വെൽക്കം ബാക്ക് ടു അച്ചൂസ് കളക്ഷൻസ്. എല്ലാവർക്കും അച്ചൂസ് കളക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ വിചാരിച്ചു ഒരു പപ്പായ ഉപ്പേരി ഉണ്ടാക്കാന്ന്. പപ്പായക്ക് ഞങ്ങളുടെ വീട്ടില് കർമ്മത്തി എന്നാണ് പറയാ, ചിലർ കർമൂസ പപ്പായ എന്നൊക്കെ പറയാറുണ്ട്. ആരോണ് എന്റെ കൂടെ പറയാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പപ്പായ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ വീട്ടില് മരം വലുതായിട്ടില്ല, പപ്പായ മരം വലുതായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ തൊട്ടടുത്തുള്ള താത്താന്റെ വീട്ടിലുള്ള പപ്പായ എടുക്കാൻ വേണ്ടി പോവാണ്, പപ്പായ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ പപ്പായ എടുത്തു കൊണ്ടുവന്നിട്ട് ഉപ്പേരി എങ്ങനെ വെക്കാന്ന് നോക്കാം. ആരോൺ റെഡി? അപ്പൊ ഞങ്ങൾ പപ്പായ എടുക്കാൻ വേണ്ടി പോവാൻ നിൽക്കുകയാണ്. അമ്മ ഉണ്ട്, ആരോണുണ്ട്, ഞാനും കൂടി ചേർന്ന് പോവാണ്. ഇത് ഞങ്ങളുടെ വീടാണ്. ഇവിടുന്ന് ഇപ്പൊ ഞങ്ങള് താത്താന്റെ വീട്ടിലേക്ക് കുറച്ച് പോണം, അവിടേക്ക് പപ്പായ എടുക്കാൻ വേണ്ടി പോവാട്ടോ. ഞങ്ങളിവിടെ താത്താന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതേ കണ്ണം പോവാണ്. അപ്പൊ അടുക്കള വശത്താണ് നമ്മുടെ പപ്പായമാരുള്ളത്. നമുക്ക് ഇനി അവിടെ പോയിട്ട് പപ്പായ കുത്തിച്ചാടിക്കാം. നമ്മളെ താത്തത് കർമ്മത്തി കുത്തിച്ചാടിച്ചോണ്ടിരിക്കുകയാണ്, കുത്തി ചാടിച്ചോണ്ടിരിക്കുകയാണ്. ഇതേ ഒന്ന് പോന്നു, ഒന്ന് ഇതേ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ട്, ഒന്ന് താഴത്തേക്ക് പോന്നു. കാരണം എന്താ അതിന്റെ താഴെ തന്നെ പോയി നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ. കാരണം അവിടെ നിന്ന് മാറൂ. അപ്പൊ അതേ കർമ്മത്തിയൊക്കെ കുത്തി ചാടിച്ചിട്ടുണ്ട്. അപ്പതേ താത്ത കുത്തി ചാടിച്ച് ഞങ്ങൾക്ക് 4 പപ്പായ എടുത്തു തന്നിട്ടുണ്ട്. അപ്പൊ ഇതുകൊണ്ട് ഇപ്പൊ ഞങ്ങളൊരു മോരുകറിയും വെക്കണം. അതുപോലെ തന്നെ മോരുകറിയോ അല്ലെങ്കിൽ വേറെ വല്ല ഒഴിച്ചുകറിയോ അല്ലെങ്കിൽ വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഒരു ഉപ്പേരി തോരൻ എന്തായാലും വെക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം അത് പപ്പായ ചീവിയിട്ടുള്ള തോരൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു ഉപ്പേരി വെക്കണം. അതുപോലെ തന്നെ ഉപ്പേരി എന്നാണ് ഞങ്ങൾ പറയാം കേട്ടോ, തോരനെ ഞങ്ങൾ ഉപ്പേരി എന്നാ പറയാം. അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോണേ. ഒരു ഉപ്പേരി വെക്കണം, അതുപോലെ തന്നെ ഒരു കറി ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇനി ഇത് വെച്ചിട്ടുള്ള കറികളൊക്കെ എന്തൊക്കെയാന്ന് നോക്കാം കേട്ടോ. നമുക്കിത് നമ്മളുടെ പപ്പായ ഉപ്പേരി ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലേ. പപ്പായ കർമ്മത്തി അല്ലെങ്കിൽ കർമൂസ ഉപ്പേരി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഇതേ പപ്പായ എടുത്തിട്ടുണ്ട്, 2 പപ്പായാണ് എടുത്തിട്ടുള്ളത്. 2 പപ്പായ എന്താ ചെയ്തെന്ന് വെച്ചാൽ മുറിച്ചിട്ട് ഇതേ ഇതിൽ ചീവി എടുത്തിട്ടുള്ളതാണ്. അങ്ങനെ എടുത്തു വെച്ച പപ്പായയാണ്. മുറിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ ചീവി വെച്ചതാണ്. പിന്നെ നമുക്ക് വേണ്ടത് പപ്പായ വേവിക്കാൻ ആവശ്യമായ മഞ്ഞൾപ്പൊടി വേണം, പിന്നെ അതിനാവശ്യമായ ഉപ്പും വേണം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒന്ന് അരപ്പ് ചേർക്കാനുണ്ട്, ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കി എടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ദേ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ 1 കപ്പിൽ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എപ്പോഴും പറയുന്ന കാര്യമാണ്, എരിവിനനുസരിച്ച് അത് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് താളിച്ചിടാനുള്ള ഇതാണ്. വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്, കടുക്, കറിവേപ്പില, വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നമ്മളുടെ പപ്പായ ഒന്ന് ഉപ്പേരി ഉണ്ടാക്കാം. ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി നന്നായിട്ടൊന്ന് ചൂടാവട്ടെ കേട്ടോ. ഞാനിപ്പോൾ ഇത് ചട്ടി പുകയാതിരിക്കാൻ വേണ്ടിയിട്ട് ചൂടാക്കുന്നതിനിടയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കി എണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കി എണ്ണയും കൂടി ഒഴിച്ചിട്ട് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ആ എണ്ണയുടെ ഇടയിൽ ഒരു മുളകിൻ്റെ ഉണ്ടായിരുന്നു, അതാണ് കേട്ടോ അത് പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണയും കൂടി വെച്ച് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മുടെ കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കറിവേപ്പില പൊട്ടിയതിനു ശേഷം നമ്മളുടെ വറ്റൽമുളക്. നമ്മുടെ കടുകും കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പപ്പായ ചേർത്ത് കൊടുക്കാം കേട്ടോ. പപ്പായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മുടെ പപ്പായ കുറച്ചായിട്ട് മുഴുവനായി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതേ പപ്പായ മൊത്തമായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര കളർ വേണമോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് എത്രയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ആയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. ഞാൻ നേരത്തെ വെള്ളം എടുത്ത് വെച്ചത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ മറന്നു കേട്ടോ. അപ്പോൾ വെള്ളം അത്യാവശ്യത്തിന് ചേർത്ത് കൊടുക്കുക.
ഇനി നമുക്ക് എന്ത് ചെയ്യാം, എന്നും ചെയ്യുന്ന പോലെ തന്നെ നമുക്കൊരു മൂടി വെച്ചിട്ട് അടച്ച് വേവിക്കാം. നമ്മുടെ പപ്പായ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് വേവിച്ചിട്ടല്ല, വെന്ത് റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അരപ്പൊന്ന് അരച്ചെടുക്കാം കേട്ടോ. നമ്മുടെ തേങ്ങ അതേ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്, ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പരുവം മതി. ഞാനിപ്പോൾ എന്താണ് പറയാൻ വന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പരുവം മതി. ഞാനിത് അരച്ചെടുത്തപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാനുണ്ടായിരുന്നു, അത് പറയാൻ ഞാൻ വിട്ടുപോയി. അപ്പോൾ ഒരു 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് കറക്കിയെടുക്കാം കേട്ടോ. വെളുത്തുള്ളി ചേർക്കുമ്പോൾ നമ്മളുടെ ഈ ഉപ്പേരിക്ക്, ഈ അരപ്പിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അത് നമ്മളുടെ ഉപ്പേരിക്കും കൂടി വരുമ്പോൾ ഉപ്പേരി കുറച്ച് ടേസ്റ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും കൂടി ചതച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് തേങ്ങയും പച്ചമുളകും നമ്മൾ ഇടാൻ മറന്നാൽ 2 അല്ലി വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് നമുക്ക് കിട്ടിയാൽ മതി. ഞാനിപ്പോൾ ഇത് അരച്ചെടുത്തിരിക്കുന്നത് വെള്ളം ചേർക്കാതെയാണ് കേട്ടോ. അപ്പോൾ വെള്ളം ചേർക്കാതെ ഈ ഒരു പരുവത്തിൽ ചതച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മളുടെ പപ്പായ വെന്തോ എന്നുള്ളത് നോക്കാം. നമ്മളെ പപ്പായ അടച്ചു വെച്ച് വേവിക്കാൻ വെച്ചിരുന്നു. അതിന് മുന്നേ ആ അടച്ചു വെച്ച സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കിനി നമ്മളുടെ മൂടി ഒന്ന് തുറന്നിട്ട് പപ്പായയുടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടോ, പപ്പായ നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്നൊക്കെയുള്ളത് നോക്കാം, പപ്പായയിൽ ഉപ്പുണ്ടോ എന്നൊക്കെയുള്ളത് നോക്കാം. മൂടി തുറക്കുകയാണ്. ഇത് നല്ല മഞ്ഞ കളറായിട്ട് പപ്പായ നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. കണ്ടോ, നല്ല പപ്പായ നല്ല വേവായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് ഇപ്പം ഒന്ന് നോക്കാം കേട്ടോ. പപ്പായയുടെ ഉപ്പൊക്കെ കറക്റ്റായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഗ്യാസ് സിമ്മിൽ വെക്കാൻ ശ്രദ്ധിക്കുക. അരപ്പ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് അരപ്പ് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും ഇതിലേക്ക് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഈ അരപ്പ് മുഴുവനായിട്ട് ഇതിലേക്ക് ഒന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മുടെ പപ്പായ ഉപ്പേരിക്ക് ഞാനിപ്പോൾ ഇത് തേങ്ങയൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഉപ്പേരിയുടെ പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് വിളമ്പി കഴിക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ പപ്പായ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണ് പപ്പായ ഉപ്പേരി ഉണ്ടാക്കാറ്. നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമ്മളെ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടും. നമ്മളിപ്പോൾ പപ്പായ വലുതാക്കി കഷ്ണങ്ങളാക്കി ഇടുന്നതിനെക്കാട്ടും നല്ലത് ഇങ്ങനെ ചീവിയിട്ട് ഉപ്പേരി വെക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ അതിൽ നമ്മൾ കൊടുക്കുന്ന തേങ്ങയുടെ അരപ്പ്, പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടുള്ള അരപ്പും ഒക്കെ കൂടി ചേരുമ്പോൾ നമുക്ക് ഈ പപ്പായക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ആവും. നമ്മളെ കുട്ടികൾക്ക് കാണാനൊരു രസവും ഉണ്ടാവും. അതുപോലെ തന്നെ അവരത് കഴിച്ച് നോക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ പപ്പായ ഉപ്പേരി ഉണ്ടാക്കാറ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ എങ്ങനെയാണ് പപ്പായ ഉപ്പേരി ഉണ്ടാക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ മറക്കരുത്.